മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ക്യാൻസറിനുള്ള പ്രതിരോധ വാക്സിൻ എന്ന വിപ്ലവകരമായ കണ്ടെത്തലിലേക്ക് റഷ്യ വന്നിരിക്കുകയാണ്. എൻഡോറോമിക്സ് ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് വരികയാണ്. പ്രീ ക്ലിനിക്കൽ പരീക്ഷണം 100% വിജയം എന്നാണ് റഷ്യയുടെ അവകാശവാദം. ലോകമെമ്പാടും ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉയരുകയാണ്. ക്യാൻസറിന് വാക്സിൻ വരുന്നു. പ്രാരംഭ ക്ലിനിക്കൽ ട്രയലുകളിൽ വാക്സിൻ 100% ഫലപ്രാപ്തി നേടിയതായി റഷ്യ അറിയിച്ചിട്ടുണ്ട്. വാക്സിൻ ഉപയോഗിച്ചവരിൽ ട്യൂമറിന് ചുരുക്കമുണ്ടായെന്നും പാർശ്വഫലങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് ഗവേഷകർ പറയുന്നത്. COVID-19 വാക്സിന് സമാനമായ mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എൻഡോറോമിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിൻ തയ്യാറാക്കിയത്. KP അഭിലാഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് എപ്പോൾ കടക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരം വരുന്നുണ്ടോ? ഇപ്പോൾ സ്പുട്നിക് പോലെയുള്ള സൈറ്റുകളിൽ പറയുന്ന പ്രകാരം പ്രീ ക്ലിനിക്കൽ പരീക്ഷണം 100% വിജയമെന്നാണ്. ഏതാണ്ട് 1.5 വർഷം മുൻപ് തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊരു ഫലപ്രാപ്തി എന്ന് 100% പറയാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടോ? തീർച്ചയായും മഞ്ജുഷ സൂചിപ്പിക്കുന്ന പോലെ ഇനി ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിയാണ് ലഭ്യമാകേണ്ടത്. ആ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ആ ഘട്ടം കൂടി പൂർത്തിയാക്കുകയും അതിനുശേഷം ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി, അതായത് റഷ്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ വാക്സിൻ നൽകി തുടങ്ങുകയും ചെയ്യും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2024 ഒരു ടെലിവിഷൻ ഷോയിൽ തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. അതായത് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വാക്സിന്റെ നിർമ്മാണ ഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ശാസ്ത്രലോകം എന്നും അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവുകയും ചെയ്യും എന്നുള്ളതായിരുന്നു പുടിന്റെ അന്നത്തെ പ്രതികരണം. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിനെ വിലയിരുത്താൻ. കാരണം നമുക്കറിയാം, ക്യാൻസർ പോലെയുള്ള ഒരു മാരകമായ രോഗാവസ്ഥ അത് എങ്ങനെയാണ് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറഞ്ഞ് അറിയിക്കേണ്ട സാഹചര്യമില്ല. കേരളത്തിൽ ഉൾപ്പെടെ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഭക്ഷണക്രമത്തിലും ജീവിത രീതിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം പാരമ്പര്യമായി പോലും ക്യാൻസർ വരുന്ന സാഹചര്യമുണ്ട് എന്ന നിലയിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരീക്ഷണങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നത് ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. അതായത് നിലവിൽ ഈ ക്യാൻസർ എന്ന രോഗത്തെ കൃത്യമായി മറികടക്കുന്നതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര മേഖലയിലെ സംവിധാനങ്ങൾ ഏറെ പരിമിതമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ക്യാൻസർ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് അസാധ്യമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഈ പരീക്ഷണം ഏറെ നിർണായകമാകുന്നത്. ഈ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ 100% വിജയം എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. 48 പേരിൽ ആണ് ഇത്തരത്തിൽ പരീക്ഷണം നടത്തിയത്. ഇവരിൽ ഒരു തരത്തിലുമുള്ള സൈഡ് എഫക്റ്റുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയുന്ന സാഹചര്യം ആണ് ഉള്ളത്. COVID-19 വാക്സിൻ വികസിപ്പിച്ചതിന് സമാനമായ തരത്തിലുള്ള mRNA ടെക്നോളജി തന്നെയാണ് ഈ വാക്സിന്റെ നിർമ്മാണത്തിനും പ്രയോജനപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒന്നാണ് റഷ്യയുടെ ഈ വാക്സിൻ പരീക്ഷണം. പ്രീ ക്ലിനിക്കൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. മൃഗപരീക്ഷണ ഘട്ടം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇതേക്കുറിച്ചുള്ള വാർത്തകളും വന്നിരിക്കുന്നത്. 100% ഫലപ്രാപ്തി എന്ന രീതിയിൽ ഇനി ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുള്ള അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തു വരികയാണ്. ലോകരാജ്യങ്ങളിലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി.